everyone, in this class we will discuss a method called the modified Euler's method. Euler's method Euler's method is a method for solving the initial value problem dy by dx is equal to f of xy with the initial condition y of x naught is equal to y naught. These problems solve ചെയ്യാനാണ് നമ്മൾ ഉപയോഗിക്കുന്ന മെത്തേഡ് മോഡിഫൈഡ് ഓയിലേഴ്സ് മെത്തേഡ്. ആസ് ദ നെയിം സേസ്, പേര് പറയുന്ന പോലെ തന്നെയാണ് ഓയിലേഴ്സ് മെത്തേഡിനെ നമ്മൾ മോഡിഫൈഡ് ചെയ്ത് കുറച്ചുകൂടെ ആക്യുറേറ്റ് ആയിട്ടുള്ള അപ്രോക്സിമേറ്റ് വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡാണ് മോഡിഫൈഡ് ഓയിലേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. We will discuss the steps of modified Euler's method. Modified Euler's methodന്റെ മെത്തേഡ് നമ്മൾ ഇവിടെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. This method is called, നമ്മൾ ജനറലൈസ് ചെയ്യണമെങ്കിൽ ഇതൊരു predictor connected മെത്തേഡാണ്. ഈ predictor connected മെത്തേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സൊല്യൂഷൻ പ്രെഡിക്റ്റ് ചെയ്യും. അതിനുശേഷം ആ പ്രെഡിക്റ്റ് ചെയ്ത സൊല്യൂഷൻ, കിട്ടിയ സൊല്യൂഷൻ നമ്മൾ കറക്റ്റ് ചെയ്ത് ആക്യുറേറ്റ് വാല്യൂയിലോട്ട് എത്തിക്കുന്നു എന്നുള്ളതാണ് ഈ predictor connected മെത്തേഡ് എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആണ് മോഡിഫൈഡ് ഓയിലേഴ്സ് മെത്തേഡ് എന്ന് പറയുന്നത്. ഇവിടെ predict ചെയ്യുന്നത് നമ്മൾ ഓയിലേഴ്സ് മെത്തേഡ് വെച്ച് predict ചെയ്യും. Then we will use a equation to correct the Euler's solution. ആ ഓയിലർ മെത്തേഡ് വെച്ച് കിട്ടുന്ന സൊല്യൂഷനെ കറക്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ഒരു പുതിയൊരു ഫോർമുല അപ്ലൈ ചെയ്യുന്നു. This method is called the modified Euler's method. Okay, let us discuss what is modified Euler's method. നമുക്കറിയാം, ക്വസ്റ്റ്യനിൽ അറിയാം, but this is dy by dx is equal to f of xy. Y is of x naught is equal to y naught, where the initial condition is given by x naught and y naught, right? അപ്പോൾ corresponding we can find x1 എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യും, പണ്ട് പഠിച്ചത് തന്നെയാണ് x0 plus h, and x2 x3 etc. and we can find x1ന് corresponding ആയിട്ട് നമ്മൾ y1 കണ്ടുപിടിക്കും, x2ന് corresponding ആയിട്ട് y2 കണ്ടുപിടിക്കും, etc. we will move on as this problem says. Okay, അപ്പോൾ നമ്മുടെ ഈ മെത്തേഡ് പറയുന്നതെന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യും, we will predict an solution. ഫസ്റ്റ് നമ്മൾ y1 എന്നുള്ള സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് we will predict the equation using Euler's method. What is Euler's method? Euler's method is yi plus 1 is equal to yi plus what is it, h into f of xi yi. Right? നമ്മൾ ഇവിടെ y1 ആണ് കണ്ടുപിടിക്കാൻ പോകുന്നത്. So using Euler's method we will find y1 is equal to y naught plus h into f of x naught y naught. This is the first step for finding y1. This is the predictor. നമ്മൾ predict ചെയ്യുന്ന സൊല്യൂഷൻ ആണ്. So we will take it as y0. അപ്പോൾ ഇത് കറക്റ്റ് സൊല്യൂഷൻ അല്ല, ഇനി നമ്മൾ അതിനെ കറക്റ്റ് ചെയ്യും. കറക്റ്റ് ചെയ്യുന്നത് y1 കറക്റ്റ് ചെയ്യുന്നത് ഫസ്റ്റ് കറക്റ്റ് ചെയ്യുന്നത് ഒരു ആക്യുറേറ്റ് വാല്യൂ ആണ്, നമുക്ക് അറിയത്തില്ല, അതിന് നൊട്ടേഷൻ ആണ്. ഫസ്റ്റ് കറക്ഷൻ ആണ് y1 is equal to, how can we correct this one? ഫോർമുലയിൽ y0 പ്ലസ് h ഇൻറ്റു അടുത്ത ഇപ്പൊ f of x naught y naught എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിന്റെ ഫസ്റ്റ് സ്ലോപ്പ് ആണ്. അടുത്തത് സ്ലോപ്പ് എടുക്കുക, അടുത്ത പോയിന്റിലുള്ള സ്ലോപ്പ് എടുക്കുക. ദാറ്റ് ഈസ് വാട്ട് ഈസ് ഇറ്റ്, f of x1 y1 ആണ്. പക്ഷേ y1ന് പകരം നമ്മൾ ഏതാണ്, നമ്മൾ ഇവിടെ പ്രിഡിക്റ്റ് ചെയ്തിരിക്കുന്ന വാല്യൂ ആണ്. ഇതിന്റെ നമ്മൾ ആവറേജ് എടുക്കുന്നു. ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണ്, h/2. This is the first predictor equation, right? ഫസ്റ്റ് പ്രിഡിക്റ്റ് ചെയ്ത ഇക്വേഷൻ ആക്യുറേറ്റ് ആണോ എന്ന് നമുക്ക് അറിയത്തില്ല. സോ ഇതിനെ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്, കറക്റ്റ് ചെയ്യാണ്. സോ y1 വീണ്ടും കറക്റ്റ് ചെയ്യുമ്പോൾ what is your answer? Your answer will be y0 plus we have to take the average h/2 into what is it, f of x0 y0 at the next point ഉള്ള എന്താണ്, സ്ലോപ്പ് ആണ്. ദാറ്റ് ഈസ് f of what is it, x1 y1 പിന്നെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്ത വാല്യൂ ആണ്, ഏതാണ്, y1, റൈറ്റ്? ഇതുപോലെ നമ്മൾ ഇനി അടുത്തത് പ്രൊഡിക്റ്റ് ചെയ്യാം y1. ഇതെല്ലാം നമ്മൾ y1ന്റെ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് ഇതാ ഈ ഒരു ആയതേ ഉള്ളൂ, റൈറ്റ്? അപ്പോൾ ഇങ്ങനെ നമ്മൾ ഒരു പ്രൊസീജിയർ കണ്ടിന്യൂ ചെയ്ത് വരുമ്പോഴത്തേക്കും ഒരേ വാല്യൂ തന്നെ റിപ്പീറ്റ് ചെയ്ത് വരും. ആ വാല്യൂവിനെ നമ്മൾ എന്തായിട്ട് എടുക്കുക, y1 ആയിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ആരുടെ സൊല്യൂഷൻ കിട്ടി, y1ന്റെ സൊല്യൂഷൻ കിട്ടി. ഇനി അടുത്ത ആരാ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, y2 കണ്ടുപിടിക്കണം. y2 എന്ത് ചെയ്യണം, സെയിം പ്രൊസീജിയർ നമ്മൾ ഫോളോ ചെയ്യണം. y2 എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും, സെയിം വൺ തന്നെയാണ്. ഫസ്റ്റ് നമ്മൾ അതിനെ എന്ത് ചെയ്യണം, പ്രിഡിക്റ്റ് ചെയ്യണം. പ്രിഡിക്റ്റ് ചെയ്യുന്ന ഏത് ഉപയോഗിച്ചാണ്, ഓയിലേഴ്സ് മെത്തേഡ്. അപ്പോൾ ഓയിലേഴ്സ് മെത്തേഡ് ഏതാണ് പറയുന്നത്, y2 will be equal to y1 plus
h into f of x1 y1, right? This is the predictor equation, so we have to make it as 0. അപ്പോൾ ഇത് കറക്റ്റ് ആവണമെന്ന് ഇല്ല. അപ്പോൾ നമ്മൾ ഇത് പ്രിഡിക്റ്റ് ചെയ്താൽ ഇനി അതിനെ കറക്റ്റ് ചെയ്യണം. കറക്റ്റ് ചെയ്യുന്ന ഇക്വേഷൻ ഏതാണ്? y2 ഫസ്റ്റ് ഇക്വേഷൻ കറക്റ്റ് ചെയ്തത് സെയിം തന്നെയാണ്. y1 പ്ലസ് ഇനി എന്ത് ചെയ്യണം? രണ്ട് സ്ലോപ്പിന്റെ ആവറേജ് എടുക്കുക. ദാറ്റ് ഈസ് h/2 ഇൻറ്റു എഫ് ഓഫ് വാട്ട് ഈസ് ഇറ്റ് x1 y1. ഇനി അടുത്ത പോയിന്റിലുള്ളത് പ്ലസ് എഫ് ഓഫ് വാട്ട് ഈസ് ഇറ്റ് x2 y2 ആണ്. y2 ഏതാണ്? നമ്മളിപ്പോൾ പ്രിഡിക്റ്റ് ചെയ്ത് വെച്ചത്, റൈറ്റ്? This is the first corrected value. Then what is y3, y2, y2 2 second? അത് കറക്റ്റ് ആണോ നമുക്ക് അറിയത്തില്ല. സോ നമ്മൾ വീണ്ടും എന്ത് ചെയ്യാണ്? We are correcting it. What is that? What is it? y1 plus h/2 into average ആണ് സ്ലോപ്പുകളുടെ f of x1 y1 plus what is it? f of അടുത്ത പോയിന്റിലുള്ള സ്ലോപ്പ് ആണ് f of x2 y2. Then correct. നമ്മൾ കറക്റ്റ് ചെയ്ത വാല്യൂ, റൈറ്റ്? ഈ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. എങ്ങനെ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യും? കുറച്ച് കഴിയുമ്പോൾ വാല്യൂസ് റിപ്പീറ്റ് ചെയ്യും. ആ വാല്യൂവിനെ എന്തായിട്ട് എടുക്കുക? y2 ആയിട്ട് എടുക്കുക. After finding y2, then we will move on to y3. This process is called modified Euler's method. And നമ്മൾ പറഞ്ഞു, this is an example for predictor method. Consider the problem. Use modified Euler's method to solve dy by dx is equal to x square plus y when y of 0 is equal to 1, when x is equal to 0.1 and take h is equal to 0.5. We will move on to the solution. What is given? Given it is dy by dx is equal to x square plus y. Therefore, f of xy is equal to what? X square plus y. Then, what is h? H is 0.05. And what is y of 0? Y of 0 is 1. The initial condition is y of 0 is 1. So, x naught is 0 and y naught is 1. Right? We have to find the solution when x is equal to 0.1, where h is equal to 0.5. Therefore, what is x1? X1 is x naught plus h, that is 0.05. And what is x2? X2 is, what is it? 0.05 plus 0.05, that is 0.1. That means we have to find y1 and we have to find y2. Using which method? Modified Euler's method. Okay. Now we are moving to the modified Euler's method. Step 1. Step 1 we are finding y1, right? y1 കണ്ടുപിടിക്കാനുള്ള മെത്തേഡാണ്. y1 കണ്ടുപിടിക്കാൻ എന്ത് ചെയ്യണം? We are using the predictor solution. Predictor നമ്മൾ ഏത് മെത്തേഡ് ഉപയോഗിക്കുന്നത്? Euler's മെത്തേഡ് ആണ് ഉപയോഗിക്കുന്നത്. Euler's മെത്തേഡിന്റെ ഫോർമുല എന്താണ്? What is yi plus 1 is equal to, that is what is y1 ആണ്. y1 will be equal to, what is it? y naught plus h into f of x naught y naught. ഇത് നമ്മുടെ Euler's ഫോർമുലയാണ്, റൈറ്റ്? അങ്ങനെയാണെങ്കിൽ ഇതൊരു correct, this is our prediction, that is 0. When substituting over here, you will get what is y naught? Y naught is 1 plus h into, that is 0.05 into f of x naught y naught. What is f of x naught is 0 and y naught is 1, right? That is equal to 1 plus 0.05. F of 0, 1 is, what is it? 0 square plus 1, that is 0 plus 1. And simplifying this, you will get 1.05. Now you have got the predictor value for y1. ഇനി നമ്മൾ അതിനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകണം. നമുക്കൊരു ഡിസൈർഡ് വാല്യൂ എത്തുന്നത് വരെ, ആവശ്യം ഒരു ആക്യുറേറ്റ് വാല്യൂ എത്തുന്നത് വരെ നമ്മൾ ഇതിനെ എന്ത് ചെയ്ത് കറക്റ്റ് ചെയ്ത് പോയി പോരും. അപ്പൊ ഇനി അടുത്തത് ഫസ്റ്റ് കറക്റ്റർ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് y1ന്. എങ്ങനെയാണ് ഞാൻ പറഞ്ഞു? വാട്ട് ഈസ് ഇറ്റ്? y naught plus you have to take the average of the slopes. ഇവിടെ ആവറേജ് എന്താണ്? h/2. ആവറേജ് എടുക്കണം. h into average of the slope ആണ്. h/2 into what is it? f of x naught y naught plus what is it? f of x1, അടുത്ത പോയിന്റിലോട്ടാണ് y1 ഏതാണ് നമുക്ക് വരുന്നത്? നമ്മൾ ആദ്യത്തെ കറക്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, predict ചെയ്ത് വെച്ചിരിക്കുന്നത്, right? This will be equal to y naught is what? Y naught is 1 plus h/2, this is 0.05 by 2, that is 0.025
into f of x naught y naught. F of x naught y naught, we have already found that f of 0 1. F of x naught y naught is, what is it? F of 0 1, that is 1, plus f of 0 1 is 1 ആണ്. F of plus 1 plus f of x1 is, what is it? 0.05 comma y10. Y10 is already calculated, it is 1.05, right? Which is equal to 1 plus 0.025. Simplifying this will 1 plus f of 0.0 with x square plus y. X square plus y ആണ്. That is this. What is it? 0.05 the whole square plus, what is it? 1.05. And simplifying, you will get this as 1.0513. First character ആണ് ഇപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഇത് കറക്റ്റ് സൊല്യൂഷൻ ആണോ നമുക്ക് അറിയത്തില്ല. സോ വി ഹാവ് ടു കറക്റ്റ് ദിസ് വൺ വൺസ് മോർ. നമുക്ക് കറക്റ്റ് ചെയ്ത് നോക്കാം. ദിസ് ഇസ് y1 തന്നെയാണ് കറക്റ്റ്. സെക്കൻഡ് കറക്റ്റർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു സെയിം ഫോർമുല തന്നെയാണ് y0 പ്ലസ് ആവറേജ് ആണ്, സ്ലോപ്സിന്റെ ആവറേജ് ആണ്, h/2 ഇൻറ്റു വാട്ട് ഈസ് ഇറ്റ് f ഓഫ് x0, y0 പ്ലസ് എഫ് ഓഫ് അടുത്തതിലുള്ള സ്ലോപ്പ് ആണ് x1, y1 ആണ്. പക്ഷെ y1 നമ്മൾ ഓൾറെഡി ഇപ്പൊ correct ചെയ്ത് വെച്ച വാല്യൂ ആണ്, right? This one, right? We have calculated, substitute it. y0 we have got as 1 plus h/2 is 0.025. F of x0, y0 is f of 0 1, but we have calculated as 1 plus f of x1 is 0.05 comma y1 ഇപ്പൊ എന്താ കിട്ടിയത്? 1.0513, which is equal to 1 plus 0.025 into 1 plus 0.05 the whole square plus x square plus y ആണ് 1.0513. On simplifying this, you will get 1.0513. See, already കിട്ടിയത് 1.0513 ആണ്. അപ്പോൾ നിങ്ങൾ ഡിസൈഡ് ആക്യുറസിയിൽ നമുക്ക് y1 കിട്ടിക്കഴിഞ്ഞു, ഇനി അങ്ങോട്ട് പോകേണ്ട ആവശ്യമില്ല. So we have calculated y1. What is y1? y1 is 1.0513. This is the exact value for, what is it? y1. അപ്പോൾ നമുക്ക് y1 കിട്ടി. ഇനി അടുത്ത ഏതാ കണ്ടുപിടിക്കണം? y1 വെച്ച് നമ്മുടെ പ്രോബ്ലം തീർന്നില്ല. ഇത് കണ്ടുപിടിക്കണം, y2 കണ്ടുപിടിക്കണം. അപ്പോൾ we will move on to step 2. For step 2, what is that? We have to find y2. For that, we have to predict that, right? Predict ചെയ്തത് ഏത് ഉപയോഗിച്ചാണ് നമ്മൾ predict ചെയ്തത്? Euler's formula വെച്ചാണ് predict ചെയ്യുന്നത്. Euler's formula ഏതാണ്? yi plus 1 is equal to yi plus h into f of xi yi, right? ഇവിടെ yi ആണ് predict ചെയ്യുക, y2 ആണ് predict ചെയ്യാൻ പോകുന്നത്. So it will be equal to y1 plus h into f of, what is it? x1 comma y1, which is equal to y1 is, what is it? നമ്മളിപ്പോൾ calculate ചെയ്തു 0.513 plus h already ഉള്ളതാണ് 0.05. f of x1 is what? x1 is 0.05. It is 0.05 comma y1 is 1.0513, which is equal to 1.0513 plus 0.05, applying for f of xy, this is 0.05 the whole square plus 1.0513. So since in that f of xy is x square plus y, which is equal to, you will get as 1.1040. ഇത് ഏതാണ്? y2 ന്റെ predictor ആണ്. ഇനി y2 നമ്മൾ predict ചെയ്ത വാല്യൂ ഇതാണ്. ഇനി അത് കറക്റ്റ് ആണോ? കറക്റ്റർ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. കറക്റ്റർ എന്ന് വെച്ചാൽ y2, അതിന്റെ കറക്റ്ററിന്റെ ഫസ്റ്റ് വാല്യൂ, ഫസ്റ്റ് കറക്റ്റർ വാല്യൂ ആണ്. എന്താണെന്ന് ഓർമ്മയുണ്ടോ? വാട്ട് ഈസ് ദാറ്റ്? y2 ഈസ്, വാട്ട് ഈസ് ഇറ്റ്? y1 പ്ലസ് നമ്മുടെ ഈ Euler's ഫോർമുല നോക്കിയാൽ മാത്രം മതി. h/2. h/2 വെച്ചാൽ ആവറേജ് എടുക്കുന്നതാണ്. വാട്ട് ഈസ് ദാറ്റ്? വാട്ട് ഈസ് ഇറ്റ്? f of x1 y1 നമ്മുടെ Euler's പ്ലസ് ഇനി അടുത്ത എന്താണ്? അടുത്ത പോയിന്റിലുള്ള സ്ലോപ്പ് ആണ്. ദാറ്റ് ഈസ്, വാട്ട് ഈസ് ഇറ്റ്? f of x2 y2 ആണ്. പക്ഷെ y2 ഏതാണ്? ഇവിടുത്തെ കറക്റ്റർ ആണ്. ഓക്കെ,
predictor ആണ്. Sorry, y2 is the predictor, which is equal to y1. What is y1? We have calculated as 1.0513 plus h by 2 is 0.025. F of x1 y1. F of x1 y1 is this one. We have calculated f of x1 y1. Calculated that is f of x bar is 0.05, comma y1 is 1.0513 plus f of x2. What is x2? x2 is 0.1, comma what is that? If a predictor correct that is 1.1040 average value. Okay, when you substitute and simplify this one, you will get this one as 1.1055. Okay, now we will again correct this one. y2 then correct ചെയ്യാൻ പോവാണ്. that is second correct ചെയ്യാൻ പോവാണ്. രണ്ടാമത്തെ പ്രാവശ്യം correct ചെയ്യാൻ പോവാണ്. Formula is y1 plus what is this? h by 2 into h by 2 is the slope ആണ്. h into slope. That is എന്താണ്? f of x1 y1 plus അടുത്ത പോയിന്റ് ഉള്ളതാണ് f of x2 y2 ആണ്. y2 slope ആണെങ്കിൽ എവിടെയാണ് നമ്മുടെ രണ്ടാമത് നമ്മൾ correct ചെയ്ത value? Write this one. And what is y1? y1 is 1.0513 plus h by 2 is 0.025. f of x1 y1 x1 is 0.05 comma 1.0513. This is f of x1 y1 plus f of x2 is f of 0.1 comma y2 one is 1.1055. On simplifying this, you will get as 1.1055. Same value than negative, so we can stop the correction over here. So your solution y2 is equal to, what is it, 1.1055. Now you have got the solution. Okay, എവിടെയുള്ള value കണ്ടുപിടിക്കാൻ പറഞ്ഞിരുന്നത് x2 ലുള്ള value at x is equal to 0.1. We have got as y2 as 1.1055. Hope you understand this method. Euler's method ine nammal endu cheyana modify the correct or more accurate value lote nammal endu cheyana converge cheyana. This is called as modified Euler's method. Thank you for listening.